ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൊബൈൽ ഫോൺ എല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം കുറച്ച് കാലമെല്ലാം കഴിയുമ്പോഴേക്കും ആ ഒരു മൊബൈൽ ഫോൺ വളരെയധികം സ്ലോ ആയി എല്ലാം മാറാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ മൊബൈൽ ഫോണിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴെല്ലാം ഇത്തരത്തിൽ ഈ സ്ലോ ആകുന്നതെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയുള്ള ഒരു ടിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് അതുപോലെ പരസ്യങ്ങളെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പരസ്യങ്ങളെല്ലാം വരുന്നത് ഒരു പരിധി വരെയെല്ലാം തടയുന്നതിനുള്ള ഒരു ടിപ്പ് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യത്തെ കാര്യം, നമ്മുടെ മൊബൈൽ ഫോൺ വളരെയധികം സ്ലോ ആകുന്നതിനെല്ലാം കാരണമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ക്രോം ബ്രൗസർ എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ ഒരു സെറ്റിംഗ്സ് എന്നതിൽ പോയതിനു ശേഷം താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈറ്റ് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾ സൈറ്റ് എന്നൊരു ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ബ്രൗസിംഗ് ഹിസ്റ്ററീസ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് ബാക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡാറ്റ സ്റ്റോർഡ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഡാറ്റ ഇതുപോലെ ഇവിടെ നമ്മുടെ ഈ ഒരു ഫോണിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര വർഷമാണോ ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് അതുമുതലുള്ള ഡാറ്റാസ് എല്ലാം ഇത്തരത്തിൽ ഇവിടെ സ്റ്റോർ ആയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു ഡാറ്റയെല്ലാം തന്നെ നിങ്ങൾ ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇതെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ സ്റ്റോറേജ് അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ഈ ഒരു സ്ലോ എല്ലാം വരുന്നതെല്ലാം നിയന്ത്രിക്കാനെല്ലാം ഈ ഒരു കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനായി നമുക്കിവിടെ ഡിലീറ്റ് ഓൾ ഡാറ്റ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഈ ഡിലീറ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഈ ഒരു സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം തന്നെ ഇതിൽ നിന്നും ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഓൾ സൈറ്റ് എന്ന ഭാഗത്ത് ഇവിടെ നമ്മൾ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്നത് കൂടി ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഇതെല്ലാം തന്നെ ഈ ഒരു ടിക്ക് മാർക്ക് എല്ലാം കൊടുത്ത് ഇപ്പോൾ ലാസ്റ്റ് അവർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ലാസ്റ്റ് അവർ എന്ന് മാറ്റി ഓൾ ടൈം എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതുവരെ നമുക്ക് വന്നിരിക്കുന്ന എല്ലാ ഈ ഒരു ബ്രൗസിംഗ് ഹിസ്റ്ററി അതുപോലെ നമ്മൾ ഇവിടെയുള്ള ഈ ഡാറ്റാസ് എല്ലാം തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനെല്ലാം സാധിക്കും. അതിനായി താഴെ വന്നിരിക്കുന്ന ഡിലീറ്റ് ഡാറ്റ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ഡിലീറ്റ് എന്നതിൽ വീണ്ടും ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡിലീറ്റിംഗ് ബ്രൗസിംഗ് ഡാറ്റ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ബ്രൗസറെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ മാസത്തിലെങ്കിലും നിങ്ങൾ ഇതെല്ലാം തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ കുറച്ച് ഫാസ്റ്റ് ആക്കാനെല്ലാം വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ഇതുപോലെ ഈ ഒരു ഹോം പേജിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇത്തരത്തിൽ ഈ ഹിസ്റ്ററി എന്നതിൽ പോയും നിങ്ങൾക്ക് ഈ ഡാറ്റാസ് എല്ലാം ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ഫോണിൽ ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് എല്ലാം വരാറുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് എല്ലാം നമ്മുടെ ഫോണിൽ വരുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെയധികം തലവേദനയാകാറുണ്ട്. ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കിവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ ഗൂഗിൾ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എല്ലാം അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ഏത് ജിമെയിൽ അഡ്രസ്സിലാണ് ഈ സെറ്റിംഗ് എല്ലാം ക്ലീൻ ചെയ്യേണ്ടത് ആ ഒരു ID സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ജിമെയിൽ അഡ്രസ്സ് മാത്രമാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഈ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇത്തരത്തിൽ ഇത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പോകേണ്ടത് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷനിലാണ്. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. മൈ ആഡ് സെൻറ്റർ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ ഒരു ജെൻഡർ അതുപോലെ നമ്മുടെ ഏജ് അതുപോലെ നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ഇങ്ങനെ കുറേ ഇൻഫർമേഷൻ എല്ലാം തന്നെ ഗൂഗിൾ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ ഡാറ്റാസ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് പറ്റുന്ന തരത്തിലുള്ള ഈ ഒരു ആഡ്സ് എല്ലാം ഗൂഗിൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്.
അതിനാൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ആഡ്സ് എല്ലാം നമ്മുടെ മൊബൈലെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ഇനി വരാതിരിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും മുകളിലായി നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്നത് ഇത് ഓണായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴത്തായി വരുമ്പോൾ ഇവിടെ ടേൺ ഓഫ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം ഇത് ടേൺ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പേഴ്സണലൈസ്ഡ് ആഡ്സ് ആർ നൗ ഓഫ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് മേ ടേക്ക് എ ലിറ്റിൽ വൈൽ ഫോർ ദിസ് ചേഞ്ച് ടു ടേക്ക് എഫക്റ്റ് എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇത് സെറ്റിംഗ് എല്ലാം കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമെല്ലാമാണ് ഇത് അപ്ലൈ ആകപ്പെടുക എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ പേഴ്സണലൈസ്ഡ് ആഡ്സ് എല്ലാം ഒഴിവാക്കി വയ്ക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മുടെ മൊബൈലിൽ നിന്നും ഒരുപാട് ആഡ്സ് എല്ലാം ഓട്ടോമാറ്റിക്കായി നമുക്ക് വരുന്നതെല്ലാം തടയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.